ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗളിയുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പല്ല. ഐ വാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. വീണ്ടും വൈറൽ സ്പീച്ച് നടത്തിക്കൊണ്ട് തമിഴകത്തിൻ്റെ സൂപ്പർ താരവും അതോടൊപ്പം തൻ്റെ പാർട്ടിയുടെ അധ്യക്ഷനുമായ തമിഴക വെട്രിക്കഴകത്തിൻ്റെ തലവനുമായ ദളപതി വിജയ്, അതായത് പരണ്ടൂരിൽ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ആ ഒരു ഇഷ്യൂവിലാണ് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിച്ചതെന്ന് പറയാം. അതായത് ആ ഒരു സംസാരത്തിനിടയിൽ കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും അദ്ദേഹം ഒരുപോലെ വിമർശിച്ചു. അതോടൊപ്പം എയർപോർട്ട് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, അവിടെ ഒരു കാഞ്ചീപുരം ജില്ലയിലെ പരണ്ടൂരിൽ ഒരു എയർപോർട്ട് വരുവാനായിട്ടുള്ള പദ്ധതികൾ തമിഴ്നാട് സർക്കാർ ഇങ്ങനെ നടത്തുകയാണ്. അതൊരു വ്യവസായ നിലമാണെന്ന് പറയാം, അല്ലെങ്കിൽ വ്യവസായികളുടെ സ്ഥലമാണ്. കൃഷി ചെയ്യുന്ന ഒരു കൃഷിഭൂമിയാണ്. അപ്പോൾ അങ്ങനെ വിമാനത്താവളം വരുമ്പോൾ കൃഷിഭൂമിയാണ് അവിടെ ഇല്ലാതാവുന്നതും അനേകം പേർക്ക് അല്ലെങ്കിൽ തങ്ങളുടെ വരുമാന മാർഗം അവിടെ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അതിനെതിരെയാണ് വിജയ് ഇപ്പോൾ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് സംസാരിച്ചിരിക്കുന്നത് പരണ്ടൂരിൽ. അദ്ദേഹം ക്യാരവാനിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. വലിയധികം കൂട്ടമുണ്ടായിരുന്നു, അല്ലെങ്കിൽ വലിയ ക്രൗഡ് ഉണ്ടായിരുന്നു അതായത് കാണുവാനായിട്ട്. ഒരു സിനിമാ നടനാകുമ്പോൾ ഒരു കൂട്ടം വരും, അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ കൂടെ ആകുമ്പോഴേക്കും വലിയ ക്രൗഡ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പാർട്ടി അംഗങ്ങൾ മാത്രമല്ല, ഗ്രാമത്തിലെ ആളുകളും അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം 910 ദിനങ്ങളായിട്ട് അവിടുത്തെ ഗ്രാമവാസികൾ ഈ സമരം നടത്തുകയായിരുന്നു വിമാനത്താവളത്തിനെതിരെ. അതിനെ സപ്പോർട്ട് ചെയ്യുവാനായിട്ടാണ് താൻ വന്നതെന്നും താൻ ഒരിക്കലും വികസനത്തിനെതിരല്ലെന്നും ഇത് വരേണ്ടത് ഇവിടെയല്ലെന്നും മറ്റൊരു സ്ഥലത്താണെന്നും കൃഷിഭൂമി നശിച്ചുകൊണ്ടുള്ള വികസനങ്ങളൊന്നും നമുക്ക് വേണ്ട എന്നും അതോടൊപ്പം പ്രകൃതിയെ സംരക്ഷിക്കുന്നവനാണ് താനും തൻ്റെ പാർട്ടിയെന്നും പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടൊരു വികസനവും നമുക്ക് വേണ്ട എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതോടൊപ്പം ആദ്യത്തെ മാനാടിലും ഞാനിത് പറഞ്ഞതാണെന്നും പ്രകൃതിയാണ് നമുക്ക് ഏറ്റവും വലുതെന്നും പ്രകൃതിയെ നശിപ്പിക്കുന്നത് കൊണ്ടാണ് ചെന്നൈയിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ എപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതെന്നും ചെറിയ മഴ പെയ്താൽ തന്നെ വലിയ ഫ്ലഡ് ഉണ്ടാകുന്നതെന്നും ഒക്കെ അദ്ദേഹം കൂട്ടിച്ചേർത്തു. താൻ ഒരിക്കലും വോട്ടിന് വേണ്ടി മാത്രമല്ല ഇത് ചെയ്യുന്നതെന്നും തനിക്ക് ജനങ്ങളാണ് എന്നും വലുതെന്നും ജനങ്ങളുടെ ഏത് പ്രശ്നത്തിനും താൻ ഉണ്ടാവുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, അദ്ദേഹം പാർട്ടി ആരംഭിച്ചിട്ട് ഏകദേശം 1 വർഷം അടുക്കാറായി. ആ 1 വർഷം അടുക്കാറാവുന്ന സമയത്താണ് അദ്ദേഹം ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു സ്പീച്ച് നടത്തുന്നത്. ആദ്യമായിട്ടാണ് അദ്ദേഹം പാർട്ടി ആരംഭിച്ചു കഴിഞ്ഞ് ആദ്യമായിട്ടാണ് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ച് ഒരു സ്പീച്ച് നടത്തുന്നതെന്നും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും അദ്ദേഹം ഒരുപോലെ രൂക്ഷമായി വിമർശിച്ചു. ഇതിനു മുമ്പ് പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു അതായത് അംബേദ്കറുടെ പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു അദ്ദേഹം ഇതുപോലെ സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ഒരുപോലെ വിമർശിച്ചത്. ഏതായാലും പനയൂർ അരസിയൽവാദി എന്നായിരുന്നു തമിഴ് മാധ്യമങ്ങൾ അദ്ദേഹത്തെ ട്രോളിക്കൊണ്ടിരുന്നത്. അതായത് വീട്ടിലിരുന്നു കൊണ്ട് രാഷ്ട്രീയം പറയുക, അല്ലെങ്കിൽ ട്വിറ്ററിൽ മാത്രം രാഷ്ട്രീയം പറയുക, നേരിട്ട് ഇറങ്ങാതിരിക്കുക എന്നുള്ള കളിയാക്കലുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അദ്ദേഹം നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നതും അതോടൊപ്പം ഇപ്പോൾ സ്പീച്ച് നടത്തിയിരിക്കുന്നു. അതോടൊപ്പം തൃശ്യയുമായിട്ടുള്ള കോൺട്രവേഴ്സിയും കീർത്തി സുരേഷുമായിട്ടുള്ള കോൺട്രവേഴ്സിയും ഒക്കെ കളിയാക്കിക്കൊണ്ട് TV-ക്ക് തൃഷ വിജയ് കീർത്തി എന്ന പേരൊക്കെ ട്രോളുകളിലുണ്ടായിരുന്നു, സമൂഹ മാധ്യമങ്ങളിലുണ്ടായിരുന്നു. അതിനൊക്കെ ആ ഒരു കോൺട്രവേഴ്സികളൊക്കെ നടക്കുമ്പോഴാണ് അദ്ദേഹം ഈ ഒരു പ്രശ്നം കയ്യിലെടുത്തുകൊണ്ട് ഇറങ്ങിയത് എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.